iQOO Z സീരീസിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ iQOO Z6. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ iQOO Z6ന്റെ വിശേഷങ്ങൾ ഓരോന്നായി പരിശോധിക്കുന്നു. ഫോണിൻ്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ വിവോയുടെയൊക്കെ ചില ഫോണുകളുടെ ഒരു സെയിം ലുക്കാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ iQOO എന്ന് എഴുതിയത് ഒരു വേറിട്ട് നിൽക്കുന്നു എന്ന് പറയട്ടെ. അതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൊത്തത്തിൽ 3 ക്യാമറ, ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 5G എന്നതുപോലെ എഴുതിയിരിക്കുന്നത് കാണാം. ഒരു ചെറിയ ഒരു ബോക്സി ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയാതെ വയ്യ. 8.25 മില്ലിമീറ്റർ കനവും 187 ഗ്രാം ഭാരവുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എസ്പെഷ്യലി ഈ ഒരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് തന്നെയും കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാനൊരു സുഖമുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഇൻ ഹാൻഡ് ഫീൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. iQOOന്റെ മെയിൻ ബ്രാൻഡായിട്ടുള്ള വിവോയുടെ ഒരു ചില ഫോണുകൾ കാണുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് അതുപോലെ നമുക്കിതിൽ കാണാം. മാത്രമല്ല ഇവരുടെ എല്ലാം പേരൻറ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന ഒപ്പോയുടെയൊക്കെ ചില ഫോണുകളുടെ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് അധികം ഫിംഗർ പ്രിൻറ്റ് അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ പതിയുന്നില്ല. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ഇത്തരത്തിൽ 120 Hz എന്ന മാക്സിമം റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നോർമലി ഈ ഒരു സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് എടുക്കുമ്പോൾ ഇത്തരത്തിൽ സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്ത റിഫ്രഷ് റേറ്റിലേക്ക് മാറും. 60, 90, 120 ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു ഫോണിന് 120 Hzൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യും. കൂടാതെ 240 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹയർ റിഫ്രഷ് റേറ്റും ടച്ച് സാമ്പിളിംഗ് റേറ്റും നൽകിയിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ കൈകളിലേക്ക് ഡിസ്പ്ലേയിൽ നിന്ന് ആസ്വദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഫോണിൻ്റെ ഡിസ്പ്ലേ അത്രയും റെസ്പോൺസീവ് ആയിരിക്കും. മികച്ച രീതിയിൽ അത്തരത്തിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഡിസ്പ്ലേ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. 401 PPI ഉള്ള ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് പാണ്ട ഗ്ലാസ് സെക്കൻഡ് ജനറേഷൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. നമ്മൾ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് എന്ന് പറയുന്നത് പോലെ പാണ്ട ഗ്ലാസ് സെക്കൻഡ് ജെന്നിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും ഫോണിൻ്റെ ഡിസ്പ്ലേ പേരിൽ നിന്ന് ആശ്വസിക്കാം. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ, അതായത് ആൻഡ്രോയിഡ് 12 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല iQOOൻ്റെയും വിവോയുടെയൊക്കെ യൂസർ ഇൻ്റർഫേസ് ആയുള്ള ഫണ്ടച്ച് OSൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ 12 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ പറയണം. കാരണം ഇന്ന് വരുന്ന ചില ഫോണുകൾ ഇപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 വരുന്ന ഫോണുകളുണ്ട്. ഇതിൽ നിന്നും പ്രൈസ് കൂടിയ ഫോണുകളിൽ പോലും. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് മോജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ജോഷ്, അങ്ങനെ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത അത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു നല്ല കാര്യം. ഫോണിലെ ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ പവർ ബട്ടണിൽ സൈഡ് മൗണ്ടഡ് ആയിട്ട് നൽകിയിരിക്കുന്നു. അതിന്റെ തൊട്ട് മുകളിൽ തന്നെ വല സൈഡിൽ ഇതുപോലെ വോളിയം റോക്കറ്റ്സ് നമുക്ക് കാണാം. ഫോണിന്റെ താഴെയായിട്ട് ഇത്തരത്തിൽ 3.5 mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. അപ്പോൾ ഈ ഒരു 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിരിക്കുന്ന ഒരു നല്ല കാര്യം. കാരണം നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ നമുക്ക് അത് സാധ്യമാണ്. എന്നാൽ iQOOൻ്റെ ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പലപ്പോഴും 3.5 mm ഓഡിയോ ജാക്ക് കണ്ടുവരാറില്ല. ഫോണിന്റെ ഇടതുവശം ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ഫ്ലാറ്റ് ആണ്. അവിടെ കാര്യമായിട്ട് ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സിം ട്രേയും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിനകത്ത് ഇതിന്റെ ഒരു സിം ട്രേ ഇത്തരത്തിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് ഒരേ സമയം 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. ഫോണിനകത്ത് മോണോ സ്പീക്കറാണ്. ബോട്ടം ഫയറിംഗിലാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. പക്ഷേ ഈ ഒരു മോണോ സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വോളിയം ഉണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ കേട്ടതാണല്ലോ. നല്ല ക്വാളിറ്റി സൗണ്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട് ക്യാമറ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. അതൊരു പഞ്ച് ഹോൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു. പ്രൈസ് കുറയ്ക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ കാണുന്നതെന്ന് തോന്നുന്നു. എന്ത് തന്നെയായാലും LCD ഡിസ്പ്ലേ ആയിരുന്നാലും ഒരു മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. വലിയ തെറ്റൊന്നും പറയാൻ ഇല്ല. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കേസിൽ ഒരു AMOLED ഡിസ്പ്ലേ ഫോണിൽ നിന്നാണ് ഇതിലേക്ക് പെട്ടെന്ന് മാറിയത്. അതുകൊണ്ട് തന്നെയും എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു LCD ഡിസ്പ്ലേ, ആ ഒരു AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചതുകൊണ്ട് തോന്നില്ല. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഒട്ടും എനിക്ക് അതിനോട് നീതീകരിക്കാൻ തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഏറ്റവും താഴെ ഈ ചിഹ്നം പറയുന്ന ഈ ഒരു ഭാഗം കണ്ടില്ല, ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നതും ഒരു എബോ ആവറേജ് ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ മോണോ സ്പീക്കറും ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ്
നോച്ച് നൽകുന്ന ഒരു ഡിസ്പ്ലേയും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുക. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 695 എന്ന മികച്ച 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കരുത്ത് പകരുന്നത്. ഈ ഒരു പ്രോസറിൻ്റെ നെയിമിംഗ് രീതി അനുസരിച്ചുകൊണ്ട് നമ്മളിതൊരു 6 സീരീസ് പ്രോസസ്സറാണ്, അതായത് 7 സീരീസിലും താഴെയാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഇതിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 7 സീരീസ് പ്രോസസ്സറിൻ്റെ ഒരു തുല്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കേസിൽ തന്നെ ഏകദേശം 4,10,000 അടുത്താണ് ഇതിൻ്റെ ഒരു AnTuTu സ്കോർ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15,000 രൂപയുടെ താഴെയുള്ളൊരു സ്മാർട്ട് ഫോണിൽ ഇത്തരത്തിൽ 4,00,000-ലധികം AnTuTu സ്കോർ നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലെന്ന് എടുത്തു പറയണം. കാരണം അത് ഈ ഒരു 4,00,000-ലധികം AnTuTu സ്കോർ നൽകുന്നത് ഒരു മികച്ച പെർഫോമൻസ് ഉള്ള ഒരു സ്മാർട്ട് ഫോണിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് ഈ ഒരു 15,000-ൽ താഴെയുള്ള ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 4GB, 6GB, 8GB എന്നീ 3 റാം വേരിയൻറ്റുകളാണ് ലഭ്യമാവുക. 8GB റാം വേരിയൻറ്റ് പോലും വീണ്ടും ഒരു 4GB കൂടി നമുക്ക് വെർച്വലി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 3 വ്യത്യസ്ത റാം വേരിയൻറ്റുകളിലും ഇൻറ്റേർണൽ മെമ്മറി 128GB അത് സെയിം ആണ്. റാം ടൈപ്പ് LPDDR4X ഉള്ള ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 2.2 ആണ്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് 5G സപ്പോർട്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമുക്കിതിനകത്ത് 2 5G ബാൻഡുകളാണ് നിലവിൽ ഈ ഒരു ഫോണിൽ സപ്പോർട്ടുള്ളത്. അതൊരു കുറവായി തോന്നി. 5G സപ്പോർട്ടുള്ള മിക്ക സ്മാർട്ട് ഫോണുകളും മിനിമം ഒരു 7-8 ബാൻഡുകളുടെ സപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഇതിൽ 2 5G ബാൻഡേ ഉള്ളൂ. അതൊന്നും നമുക്ക് ഇപ്പോൾ നിലവിലൊരു പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം നിലവിൽ ഇന്ത്യയിൽ 4G മാത്രമല്ലേ ഉള്ളൂ. ഫോണിൻ്റെ ബാക്ക് ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. പിന്നീട് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു ബോക്കെ സെൻസറുമാണ് ഈ ഫോണിൻ്റെ ബാക്ക് സെറ്റപ്പിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്ക് സൈഡിൽ വൈഡ് ആംഗിൾ സെൻസർ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഓർത്തിരിക്കണം. കൂടുതൽ വൈഡ് ആംഗിൾ ഫോട്ടോകൾ എടുക്കുന്നവർക്കും കൂടുതൽ വൈഡ് ആംഗിൾ വീഡിയോകൾ ഷൂട്ട് ചെയ്യാനുള്ളവർക്കും അതൊരു കുറവ് തന്നെയായിരിക്കും. മികച്ച സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കാനായിട്ട് ഇത്തരത്തിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസർ നൽകിയിരിക്കുന്നത്. ക്യാമറ ആപ്പിലേക്ക് വന്നാൽ നൈറ്റ്, പോർട്രേറ്റ്, ഫോട്ടോ മോഡ്, അതുപോലെ വീഡിയോ മോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 50 മെഗാ പിക്സൽ ഹൈ റെസൊല്യൂഷനിൽ എടുക്കാനുള്ള മോഡ്, പനോരമിക്, ലൈവ് ഫോട്ടോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ് പ്രോ, AR സ്റ്റിക്കേഴ്സ്, ഡോക്യുമെന്റ് തുടങ്ങിയ ഓപ്ഷനുകളും കാണാം. iQOO സ്മാർട്ട് ഫോണുകൾ ഇന്ന് വരെ ഇറങ്ങിയ എല്ലാ iQOOൻ്റെ മോഡൽ ഫോണുകളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. iQOO ബ്രാൻഡിൻ്റെ ഫോണുകളിൽ നമ്മൾ ക്യാമറ പരിശോധിക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്, നല്ല ക്വാളിറ്റി പരമാവധി തരാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം iQOO എന്ന് പറയുന്ന ബ്രാൻഡ് ക്യാമറയിൽ ഒരു പ്രത്യേക ട്യൂണിങ് നൽകുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ iQOOയിൽ എടുക്കുന്ന ഫോട്ടോകൾ ഒരുവിധം മികച്ച ഫോട്ടോകൾ തന്നെയാണ് നൽകുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ iQOO ഫോണുകളിലൊക്കെ HDR ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 1080ൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 1080ൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാനാവുക. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും ഇപ്പോൾ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകുന്നത്. പക്ഷേ ഇതിനകത്ത് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും ഒരു പ്രൈസ് കട്ട് ഫാക്ടർ വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈനാമോ ബ്ലാക്ക്, ക്രോമാറ്റിക് ബ്ലൂ എന്നീ 2 നിറങ്ങൾ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത് ക്രോമാറ്റിക് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. അപ്പോൾ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4GB 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റ് ആണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 13,999 രൂപ എന്ന മികച്ച പ്രൈസിംഗ് ആണ്. ഓർക്കുക, ഇവിടെ 13,999 എന്ന പ്രൈസ് നമ്മൾ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ അതിൻ്റെ അടുത്തൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അതായത് 2000 രൂപ നമുക്ക് HDFCയുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട്, എന്താ പറയുന്നത്, ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ആയിട്ടാണ് 2000 റുപ്പീസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു 13,999 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ആ ഒരു കാർഡ് യൂസ് ചെയ്താൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്താലും ഈ പറഞ്ഞ 2000 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ 4GB 128ൻ്റെ വില 13,999 രൂപ തന്നെയാണ്. അതുപോലെ മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 6GB 128ൻ്റെ വില എന്ന് പറയുന്നത് 14,999 രൂപയും 8GB 128ൻ്റെ വില 15,999 രൂപയുമാണ്. ഓർക്കുക, ഇവിടെയെല്ലാം ഈ പറഞ്ഞ 2000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ഈ ഒരു പർട്ടിക്കുലർ HDFCയുടെ കാർഡുമായിട്ട് ചേർത്ത് വാങ്ങുമ്പോഴാണ് ലഭിക്കുക. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ മികച്ച ഒരു പ്രൈസിങ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 15,000 രൂപയിൽ താഴെ മികച്ച ഒരു ഗെയിമിംഗ് പെർഫോമൻസ് വിത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഹൈലൈറ്റ് എന്ന് എടുത്ത് പറയണം. പെർഫോമൻസ് സൈഡ് അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. എന്നാൽ ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ച് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഇതുപോലെ
മനോഹരമായിട്ട് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഒരു സ്മാർട്ട് ഫോൺ വിവോയുടെ തന്നെ നേരത്തെ പുറത്തിറക്കിയ വിവോ T1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഉണ്ട്. T സീരീസിൽ ആദ്യമായി വിവോ പുറത്തിറക്കിയ സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചാൽ ഏതാണ്ട് തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.